നമ്മളിവിടെ തമ്പാനൂര് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് രാവിലെ നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ന് റോസ് മല പോകുന്ന കാഴ്ചകളാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത്. രാവിലെ ഉറക്കച്ചടപ്പോലും മാറാതെ ഇരിക്കുന്ന എന്നെയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര തിരിച്ചു. തമ്പാനൂരിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ആര്യങ്കാവ് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ റോസ്മലയാണ്. അവിടെ പോയിട്ട് അത്യാവശ്യം മറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന റൂട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന ഈ മരങ്ങളാണ്. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ മരങ്ങൾ തരുന്നതെന്ന് വെച്ചാൽ അത്രയും മനോഹരമായ ഒരു വഴിയാണ് ആര്യങ്കാവ് റൂട്ട് എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഇറങ്ങുമ്പം ഒത്തിരി ആൾക്കാർ ഇവിടെ ഇറങ്ങി വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല ഗട്ടറാണ്. സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ മണ്ടയ്ക്ക് ചെളി അടിക്കും. വണ്ടി പോകുമ്പോഴത്തേനേ വെരി കെയർഫുൾ ആൻഡ് റൺ. പിന്നെ മേളിൽ കയറാനായിട്ട് വഴിയുണ്ടായിരുന്നു. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയൊരു വഴിയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ. പക്ഷേ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. അതിനൊരു ഇത് വെച്ചിട്ടുണ്ട്, അതിക്രമിച്ച് കിടക്കുന്ന ശിക്ഷാർഹമാണ്. എന്നിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലിൽ റെയിൽവേ ട്രാക്കാണ്. അതിൻ്റെ ഭയങ്കര സീനിക്കാണ്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇനി ഭയങ്കര രസമാണ്. ഞാൻ എപ്പോൾ ഇതുവരെ പോയാലും ഇവിടെ ഇറങ്ങി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുള്ളൂ. ഗൈസ്, ഇത് നമ്മുടെ കൂടെ റോസ്മല പോകുന്ന ടീമാണ്. നമ്മുടെ അഖിലുണ്ട്, അജിയുണ്ട്, പിന്നെ ഒരാൾ കൃഷ്ണവേണി, മറ്റൊരാൾ നമ്മുടെ ഷാരോണൊക്കെ നമ്മുടെ കൂടെ അഗസ്ത്യാറോടെ പോയപ്പോഴുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ആര്യങ്കാവ് വന്നിട്ട് HS ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഹോട്ടൽ എഴുതിയേക്കുന്നുണ്ടല്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഈ ഭാഗത്ത് ധാരാളം ജീപ്പുകളുണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി 2 ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ജീപ്പിലാണ് പോകുന്നത്. രാവിലെ 4 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 9 മണിയോടടുത്ത്. വരുന്ന വഴിക്ക് കാപ്പി കുടിക്കാൻ നിർത്തി, 2 പ്രാവശ്യം ചായ കുടിക്കാൻ നിർത്തി. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വാൾ വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആര്യങ്കാവ് ജംഗ്ഷനിൽ വന്നിങ്ങനെ 9 മണിയോട് അടുത്തുള്ള സമയത്തുള്ളൊരു ക്ലൈമറ്റാണ് ഈ കാണുന്നത്. കട്ട മഴയാണ് ഇന്ന്. ഫുള്ള് അട്ട ഇളവി കടിയൊക്കെ വാങ്ങിക്കും. അട്ടയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാനിറ്റൈസറൊക്കെ കൈ കരുതിയിട്ടുണ്ട്. എന്ത് വന്നാലും മുന്നോട്ട്. നേരത്തെ പോലെ തന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ ആസൂത്രകൻ എന്ന് പറയുന്നത് അബി എബ്രഹാമാണ്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡാണ്. നമുക്കൊരു 13 കിലോമീറ്ററോളം ഈ കാട്ടിലൂടെ നമുക്ക് മേളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ശരിക്കും ഈ യാത്രയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാട് കണ്ട് ഇങ്ങനെ ഓഫ് റോഡ് അടിക്കുക എന്നുള്ളതാണ്. അത് ചെന്നിട്ട് ഇതിന്റെ മേളിലാണ് നമ്മുടെ വ്യൂ പോയിന്റ്. സ്ഥിരം ഓട്ടം ഉണ്ടോ ചേട്ടാ ഇവിടെ? സ്ഥിരം എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പ് 2 ട്രിപ്പ് അങ്ങനെയൊക്കെ നടക്കും. ഒരു ദിവസം. എത്ര രൂപ നമ്മൾ റേറ്റ് മേടിക്കുന്നത് ഇതിന്? റോസ്മല വ്യൂ പോയിന്റിൽ പോകുന്നതിന് 1200 പോയി തിരിച്ചിവിടെ ആക്കും. ഇവിടെ കുരിശുമല പോകുന്നതിന് 1500 മേടിക്കുന്നത്. കുരിശുമലയും കൂടെ വരുമ്പോഴത്തേന് 2500 വരും. പിന്നെ ഇടയ്ക്ക് കുളിയോ അല്ലെങ്കിൽ ഇടിമാമ്പത്ത് എന്നൊരു സ്ഥലമുണ്ട് അവിടെ. ഇടിമാമ്പത്ത്. അവിടുന്ന് കുളിക്കാനായിട്ട് സൗകര്യമുള്ളതാണ്. അപ്പൊ അവിടെ കൂടെ കുളിച്ചിട്ട് വരാതെ 500 രൂപ കൂടെ പേ ചെയ്യും. എക്സ്ട്രാ വാങ്ങിക്കും. സേഫ് അല്ലേ? സേഫാണ്. ഇതാണ് നമ്മളെ രാജേഷ് ചേട്ടൻ. പുള്ളിയാണ് നമ്മളെ ഇന്ന് റോസ്മലയിലേക്ക് കൊണ്ടുവന്നത്. വെള്ളം വീടുന്നുണ്ടോ? ഓ സൂപ്പർ, അടിപൊളി. ഇതിൽ നമുക്ക് ഇറങ്ങി ഒന്ന് മുങ്ങിയെങ്കിൽ നല്ലതായിരുന്നു.
എന്തൊരു ഭംഗിയാണ് കയറി ചെല്ലുന്ന രാജാക്കുപ്പ. നമ്മൾ ഈ 2 വീലറിൽ ഇതിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും വളരെ സൂക്ഷിക്കണമെന്നാണ് നമ്മൾ രാജേഷ് ഈ ഒരു കയറ്റം എന്ന് പറയുമ്പോൾ നമ്മള് മറ്റുള്ള കയറ്റത്തിൽ കിട്ടുന്ന ബ്രേക്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 3 പേര് വന്നായിരുന്നു, ട്രിപ്പിൾസ് അടിച്ച് വന്നയാ. മരിച്ചോ? മരിച്ചു. വണ്ടി ഇപ്പോഴും താഴെ കിടപ്പുണ്ട്. 2 വീലർ സ്കൂട്ടി ആയിരുന്നു. അവിടെ കയറിയപ്പോഴേ പറഞ്ഞാ വിട്ടത്, നിങ്ങൾ ഇറക്കി ഇറങ്ങുമ്പോൾ നോക്കി വരണം, 2 പേര് ഇറങ്ങിയിട്ട് ഒരാളെ ഇറങ്ങി വരാവുള്ളൂ. പയ്യന്മാരായിരുന്നു, കേട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് റേഞ്ച് ഇല്ല കേട്ടോ, കുറച്ച് ദൂരം. ഇവിടെ ടവർ വന്നിട്ടുണ്ട്, ഇത് ഓപ്പൺ ആണ്. 3G 4G ഉള്ള ഫോണിനെ കിട്ടത്തുള്ളൂ. BSNL മാത്രമേ ഉള്ളൂ. BSNL. ഇവിടെ നമ്മൾ തിരിഞ്ഞ രാജാത്തോട്ടം. അങ്ങോട്ട് പോകുന്ന രാജാത്തോട്ടം. എന്റെ അമ്മേ, എന്തൊരു രസം! കാലം കൂടെ നനയും നോക്ക്, പണ്ടാരം തണുക്കുന്ന ഐസ് വെള്ളം പോലെ. ഓ മൈ ഗാഡ്. മഴയൊക്കെ ഏകദേശം ഒതുങ്ങി തുടങ്ങിയതോടെ കോട ഇറങ്ങി തുടങ്ങി. ഇനിയിപ്പം കോടയുടെ ടൈമാണ് കേട്ടോ. നമ്മൾ ഇനി അങ്ങോട്ടുള്ള യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കുറിഞ്ഞി മരങ്ങൾ ഉള്ള ഒരു ഫോറസ്റ്റിലൂടെയാണ് നമ്മുടെ യാത്ര. അത് ഈ ഭാഗങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു മരം കാണാൻ കഴിയാറ്. ഇതാ ചെങ്കുറിഞ്ഞി മരം. കാണാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇതാ ഉള്ളത്. സൂപ്പർ അല്ലേ? നല്ല രസമുണ്ട്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഈ സ്ഥലങ്ങൾ. കണ്ട എന്ത് മനോഹരമായിട്ട് കോട കയറി വരുന്നത് നോക്ക്. ഇവിടെ കണ്ടോ, ഇത് കോലിഞ്ചിയായത്. കോലിഞ്ചിയുടെ കൃഷിയാന്ന് തോന്നുന്നു ഇവിടെ എത്രയും. അതുപോലെ ഇവിടെ ഈ ആനിമൽസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ചെയ്തേക്കുന്നുണ്ടോ. ആനയോ മറ്റ് മൃഗങ്ങളോ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടോ വൈദ്യുത വേലിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെങ്ങാനും വന്ന് മൂത്രം ഒഴിക്കുകയാണെങ്കിൽ ഒറ്റ പിടിയായിരിക്കും. ഇവനാണ് കൊടും ഭീകരൻ. കണ്ടോ, ഇവൻ നടക്കുന്നത് ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട്. നല്ല സ്റ്റൈലാണ്. കണ്ടോ, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് ആശാൻ പോകുന്നത്. കണ്ടോ, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇവനാണ്. അങ്ങനെ നമ്മുടെ റോസ്മല ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 83 റുപ്പീസാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. ഇപ്പം 50 റുപ്പീസ് ആയിരുന്നു, അതിപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മേളിലേക്ക് പോകുന്നത്. ഈ ചെന്തുണ്ണി വനമേഖലയിലുള്ള റോസ്മല വാച്ച് ടവർ കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. വാ നമുക്ക് പോവാം. അപ്പോൾ എന്താണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമുക്ക് ഡാം കാണാൻ പറ്റുമെന്ന്. കാര്യം അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇത്രയും കോട ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് അത് കാണാനുള്ള സാധ്യത കുറവാണ്. അപ്പം എന്തായാലും കൊള്ളാം. നമ്മൾ അഗസ്ത്യാർകൂടം പോയതിന് ശേഷം ഇത്തരത്തിലുള്ള ഈ ഒരു ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ഇപ്പം ആദ്യമല്ലേ. എന്തായാലും നല്ല രസമുണ്ട്. ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ അഗസ്ത്യാർകൂടം കണ്ടതിനും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. നല്ല മനോഹരമാണ്. അട്ടയെ കൊണ്ടെന്നാണ് പറയുന്നത്. എത്രമാത്രം അട്ട കാലി കയറുമെന്ന് അറിയില്ല. എന്തായാലും നമ്മളെല്ലാം വെച്ച് എക്യൂപ്ഡ് ആണ്. നമ്മുടെ കയ്യിൽ സാനിറ്റൈസറും ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പാറയിലൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ മഴ ഉറക്കി. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോഞ്ചു നോക്കിയിട്ട് ഇങ്ങനെ പോവും.
നല്ല രസമുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ. ശരിക്കും മുട്ടം വെയിലത്ത് വരുന്നതിനെക്കാട്ടിയും നമ്മൾ ഇത്തരത്തിൽ ചെറിയൊരു ചാറ്റൽ മഴയും ഒരു കോടയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല അടിപൊളി വൈബല്ലേ. നമ്മളെ പൊന്മുടിയുടെ വീഡിയോ കണ്ടില്ലായിരുന്ന, നല്ല മഴയത്ത് നമ്മൾ പോഞ്ചൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചത് കണ്ടില്ലെങ്കിൽ കയറി കാണണേ. നമ്മുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ട് ആ വീഡിയോ. നൈസാണ്. എന്ത് ഭംഗിയാ നോക്കി സ്ഥലങ്ങൾ കാണാനായിട്ട്. സൂപ്പറായിട്ടുണ്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മരത്തിലെല്ലാം ആ മരത്തിൻ്റെ പേരെന്തുവാണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്തുവാണ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്തരത്തിൽ മിക്ക മരങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ശരിക്കും ഇവിടെ വന്നത് തന്നെ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഡാമിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നില്ല കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അത്രമാത്രം കോടയും ഇതൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, വിചാരിച്ച പോലെ അല്ല മാൻ, കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എൻ്റെ അമ്മ, എന്തൊരു ഭംഗി നോക്ക്. കണ്ട, ഇതാണ് റോസ്മല വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ. കോടയൊക്കെ ഉണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ ഐലൻഡ് പോലെയൊക്കെ കിടക്കുന്നുണ്ടോ, എന്ത് രസമാണ് നോക്ക്. വെള്ളം കിടക്കുന്നുണ്ടോ. തെന്മല ഡാമിൻ്റെ റിസർവെയർ ആണ് കേട്ടോ. തെന്മല ഡാമിൻ്റെ റിസർവെയറിൻ്റെ ഭാഗമായിട്ടുള്ള വാട്ടർ ബോഡീസാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞു കുഞ്ഞു ഐലൻഡായിട്ട് കിടക്കുന്നുണ്ടോ, എന്താ ഭംഗി. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ മൂക്കും കുത്തി താഴെ കിടക്കും. എൻ്റെ കാല് വയ്ക്കുന്നുണ്ടോ, ഒരു പകുതി വിളി കിടക്കുന്നുണ്ടോ. ഒരു ഫീറ്റ് കംപ്ലീറ്റഡ് വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഈ സ്റ്റെയറിലില്ല. അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ മഴയും ചെറുക്കലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മൂക്കിടിച്ച് താഴെ കിടക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ 4 തൂണ് നിൽക്കുന്നുണ്ടോ. ഈ തൂണിന്റെ മണ്ടയിൽ ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു. ഈ മേൽക്കൂര ഇതാ കിടക്കുന്നുണ്ടോ. കാറ്റത്ത് പറന്നു പോയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെയുള്ള മേൽക്കൂര പറന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള കാഴ്ചകളാണ്. നിയന്ത്രിത മേഖലയാണ്. അതിക്രമിച്ച് കിടക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ 83 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് കുറേ മാത്രം വനവിഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. നന്നാരി സർബത്തുണ്ട്, പിന്നെ തേനുണ്ട്, മറ്റേ സോപ്പുണ്ട്. സോപ്പൊക്കെ 40 രൂപയും 43 രൂപയും കണ്ടാണ്. ഇത് മറ്റേ യൂക്കാലി തൈലം, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങുമ്പം വാങ്ങിയിട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ GPay കൊടുത്താൽ അവർ എടുക്കില്ല, കാശായിട്ട് തന്നെ കൊടുക്കണം. ടിക്കറ്റ് പക്ഷേ നമുക്ക് GPay വെച്ച് എടുക്കാൻ കഴിയും. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ കുരിശുമലയാണ് പോകുന്നത്. റോസ്മല വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ 10-11 പേര് യാത്രയിലുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഞങ്ങൾ 4 പേര് ടീച്ചേഴ്സ് ഉണ്ട്. 4 പേരോളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രാജേഷ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, വണ്ടിയുടെ ഡ്രൈവറില്ലേ, പുള്ളി പറയുന്നുണ്ടായിരുന്നു ഈ സ്കൂൾ ആദ്യകാലത്ത് ഇവിടെ പുല്ല് കൊണ്ട് മേഞ്ഞ ഒരു കെട്ടിടമാണ് ഉണ്ടായിരുന്നത്. പുള്ളി പഠിക്കുന്ന സമയത്തൊക്കെ പുല്ല് കൊണ്ട് മേഞ്ഞ ഒരു കെട്ടിടമാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള ഷീറ്റൊക്കെ ഉള്ള നല്ല ബിൽഡിംഗ് ഒക്കെ വന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഇവിടെ അടുത്തൊരു മാർത്തോമ പള്ളിയുണ്ട്. അവർ ഒത്തിരിയും സഹായങ്ങൾ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ. പുള്ളിയാണ് നമ്മുടെ സാരഥി. പുള്ളിയുടെ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുപോയത്. പറന്ന് പോടാ കുട്ട. ശരിക്കും അന്ന് അഗസ്ത്യാർകൂടം പോയപ്പോൾ ഉണ്ടല്ലോ, തിരിച്ചു വന്ന വഴിക്കെല്ലാം ഇതുപോലത്തെ കാഴ്ചകളായിരുന്നു കണ്ടത്. ശരിക്കും മഴയൊക്കെ ഇറങ്ങി ഞാൻ അന്ന് അട്ടയൊക്കെ പേടിച്ച് ഓടിയ രംഗങ്ങളാണ്. ഓടി തള്ളി, വഴി നിൽക്കാതെ ഓടി. അത് ശരിക്കും ഇപ്പം അതുപോലെ ഓടണ്ട, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കണ്ടിങ്ങനെ പോവാണ്. ശരിക്കും വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്നതിന് ഒരു പരിമിതി ഉണ്ട്. അത്രയ്ക്കും ഭംഗിയാണ് ഇത് കാണുമ്പോൾ. അത്രയ്ക്കും സന്തോഷം തോന്നുന്നുണ്ട് ഉള്ളിൽ. ഒരു ദിവസം ശരിക്കും റിയലി വർത്തായിട്ട് ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്.